ഇന്ന് സംസാരിക്കുന്നത് ഗർഭകാലത്തിന്റെ 31ാമത്തെ ആഴ്ചയിൽ അമ്മയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, കുഞ്ഞിന്റെ വളർച്ച, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ്. കുഞ്ഞോമനയെ കാത്തിരിക്കുന്ന മാതാപിതാക്കളുടെ മനസ്സിലിപ്പോൾ സന്തോഷത്തിന്റെ നാളുകളാണ്. കാരണം ഇനി അവരുടെ കുഞ്ഞെത്താൻ അധികം താമസമില്ലെന്ന് തന്നെ പറയാം. ഈ ഘട്ടത്തില് കുഞ്ഞിന്റെ വളർച്ച, അമ്മമാരുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചും നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കുഞ്ഞിന്റെ വളർച്ച നോക്കാം. ഇപ്പോൾ കുഞ്ഞിനൊരു തേങ്ങയുടെ വലിപ്പമാണ് ഉള്ളത്. 31 ആഴ്ചയിൽ കുഞ്ഞിന്റെ ഭാരം വേഗത്തിൽ കൂടുന്നു. അവസാന മാസങ്ങളിൽ അതിവേഗത്തിലായിരിക്കും കുഞ്ഞിന്റെ ഭാരം കൂടുക. കുഞ്ഞിന്റെ തലച്ചോറും ആവശ്യത്തിന് വളർന്നിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ കുഞ്ഞിനെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിനെ ആശ്രയിക്കാതെ തന്നെ സ്വയം ശരീരത്തിലെ താപനില നിലനിർത്താൻ സാധിക്കും. കുഞ്ഞു കുടിക്കുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡ് പുറത്തേക്ക് വിടുന്നതും അമ്മയുടെ മൂത്രമായാണ് പുറത്തേക്ക് പോകുന്നത്. ഗർഭകാലത്തെ 31ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് 7ാം മാസമാണ്. ഇനി അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗർഭകാലത്തിന്റെ തുടക്കം മുതൽ തന്നെ അമ്മയുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 31ാമത്തെ ആഴ്ചയാകുമ്പോഴേക്കും സ്ഥാനങ്ങളുടെ വലിപ്പം കൂടുകയും അതുപോലെ മുലക്കണ്ണിന്റെ ഭാഗത്ത് ഇരുണ്ട നിറമാവുകയും ചെയ്യാറ്. ശരീരത്തിലെ സ്ട്രെച്ച് മാർക്സ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തുടക്കം മുതൽ വയറും മറ്റും മോയ്സ്ചറൈസ് ചെയ്യുന്നത് സ്ട്രെച്ച് മാർക്സ് കുറയ്ക്കാൻ സഹായിക്കും. ബ്രായുടെ അളവിൽ മാറ്റം വരുന്നതും സ്വാഭാവികമാണ്. മാത്രമല്ല മെറ്റേണിറ്റി ബ്രാ ഈ ഘട്ടത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ഗർഭകാലത്തിന്റെ അവസാന ഘട്ടത്തിൽ പലപ്പോഴും സ്ഥാനങ്ങളിൽ നിന്ന് മഞ്ഞ കലർന്ന കൊളസ്ട്രം എന്ന ദ്രാവകം പുറത്തേക്ക് വരാം. എല്ലാ ഗർഭിണികൾക്കും ഈ പ്രശ്നം ഉണ്ടാകണമെന്നില്ല. അത്തരത്തിലുണ്ടായ സ്ഥാനങ്ങളിൽ വയ്ക്കാവുന്ന പാഡുകൾ വാങ്ങാൻ ലഭിക്കും. അത് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ കുഞ്ഞു ജനിച്ചു കഴിയുമ്പോൾ മുലപ്പാൽ ഉണ്ടാകാൻ ഇത് ഏറെ സഹായിക്കും. അതുപോലെ ശരീരത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ ഗർഭിണികൾ നേരിടാറുണ്ട്. കൈകളിലെ വേദനയ്ക്ക് കാരണം കാർപ്പൽ സിൻഡ്രോമാണ്. കൈകളിലെ ടിഷ്യൂകൾ വീർക്കുകയും ഞരമ്പുകൾ അമർത്തുകയും ചെയ്യുമ്പോൾ കൈകളിൽ ഇക്കിളിയോ മരവിപ്പോ അനുഭവപ്പെടുന്നു. പ്രസവം കഴിയുമ്പോൾ ഈ വീക്കം കുറയുകയും ലക്ഷണങ്ങൾ പോവുകയും ചെയ്യും. കൈത്തണ്ടയിൽ ഉപയോഗിക്കുന്ന ബാൻഡുകളൊക്കെ ഈ ഘട്ടത്തിൽ ഇടാവുന്നതാണ്. കുഞ്ഞിന്റെ ചലനങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാകാറുണ്ട് ചിലപ്പോഴൊക്കെ അമ്മമാർക്ക്. കുഞ്ഞിന്റെ ചലനങ്ങൾ ചില സമയത്ത് വലിയ രീതിയിലുള്ള അസ്വസ്ഥതകളാണ് ഉണ്ടാക്കുക. എന്നാൽ മറുവശത്ത് കുഞ്ഞ് ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ അനക്കം. അതുപോലെ ഗർഭിണിയായി 31 ആഴ്ചയിൽ ക്ഷീണവും ബലഹീനതയും അനുഭവപ്പെടുന്നത് സാധാരണയാണ്. ശരീരം ഒരു പുതിയ ജീവിതത്തെ പിന്തുണയ്ക്കാൻ കഠിനമായി പരിശ്രമിക്കുകയാണ്. കൂടാതെ നല്ല ഉറക്കം ലഭിക്കുന്നതിനും ബുദ്ധിമുട്ടാണ്. ഇത് നിങ്ങളുടെ ക്ഷീണം വർദ്ധിപ്പിക്കുകയും ചെയ്യും. നന്നായി ഭക്ഷണം കഴിക്കുന്നതും വ്യായാമം ചെയ്യുന്നതും അല്പം ഊർജ്ജം പകരും. ക്ഷീണം കൂടുതലാണെങ്കിൽ ഡോക്ടറുടെ സഹായം തേടും. അതുപോലെ ഈ ഘട്ടത്തിൽ തൊലിപ്പുറത്ത് ചൊറിച്ചിലുണ്ടാവും. വയറ് വലുതാവുന്നതനുസരിച്ച് വയറിൽ ചൊറിച്ചിലുണ്ടാകുന്നത് സ്വാഭാവികമാണ്. സ്ഥലങ്ങളിലും ഈ ചൊറിച്ചിലുണ്ടാകുന്നത് സ്വാഭാവികമാണ്. മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് ചൊറിച്ചിൽ കുറയ്ക്കാൻ ഏറെ സഹായിക്കും. ധാരാളം വെള്ളം കുടിക്കുന്നതും ചൊറിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ നടുവേദന പോലെ കാലിനും ഈ ഘട്ടത്തിൽ വേദന ഉണ്ടാകാം. രാത്രിയിലായിരിക്കും ഈ വേദന കൂടുതലായിട്ട് അനുഭവപ്പെടുക. ചെറിയ സ്ട്രെച്ചുകൾ ചെയ്യുന്നത് വേദന കുറയ്ക്കാൻ ഏറെ സഹായിക്കും. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഡോക്ടേഴ്സ് നൽകിയിട്ടുള്ള വൈറ്റമിനും മറ്റ് ടാബ്ലറ്റുകളൊക്കെ കൃത്യമായിട്ട് കഴിക്കുക. അതുപോലെ റെസ്റ്റും കാര്യങ്ങളും പറഞ്ഞിട്ടില്ലാത്തവരാണെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള എക്സസൈസും ഒക്കെ ചെയ്യാവുന്നതാണ്. ചെറിയ ജോലികളൊക്കെ, വീട്ടിലെ ജോലികളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഭക്ഷണ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.